Planned layout factors. Everyone within the industrial organization is concerned with the planned layout in some way, and everyone within the plant is interested in layout to some degree. അതായത് പ്ലാന്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ലേഔട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ലേഔട്ട് എന്ന് പറഞ്ഞാൽ പ്ലാൻ അല്ല. അപ്പോൾ നമ്മളൊരു വീടൊക്കെ പണിയുന്ന സമയത്ത് അതിൻ്റെ പ്ലാൻ ഉണ്ടായിരിക്കും. പ്ലാനിൽ ലേഔട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സും കൂടി ഇൻവോൾവ്ഡ് ആണ്. ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബെഡുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള സ്പേസൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു കോൺഫിഗറേഷൻ അതിനുള്ള രൂപം വരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അതിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും എവിടെ വയ്ക്കണം, എന്തൊക്കെ എവിടെ വയ്ക്കണം, ഷെൽഫ് എവിടെ വേണം, മറ്റുള്ള എല്ലാ സെറ്റിങ്സും മെഷീനറീസും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ടൂൾസും ഒക്കെ എവിടെ വയ്ക്കണം എന്നുള്ളതിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സും കൂടി നടത്തിയിട്ട് ചെയ്യുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഫോർമൽ ഇൻഡസ്ട്രിയൽ ലേഔട്ട് എഫക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഔട്ട് അതായത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതിൻ്റെ മെറ്റീരിയൽസ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും, എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ എല്ലാ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സും കൂടിയതാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്ലാൻ ലേഔട്ട് ഡിസിഷൻസ് സൈമിൾട്ടേനിയസ് സ്റ്റിമുലേറ്റഡ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചേഞ്ചസ്, പ്രൊഡക്റ്റ് ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ ചേഞ്ചസ് ആണെങ്കിൽ അത് ന്യൂ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, എവിടെയാണത് അറേഞ്ച് ചെയ്യേണ്ടത്, വോളിയം ഓഫ് ഡിമാൻഡിനനുസരിച്ച് റൂംസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഫെസിലിറ്റീസ് ബിക്കം ഒബ്സൊലേറ്റ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഒബ്സൊലേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാം. ഫ്രീക്വൻ്റ് ആക്സിഡൻറ്റ്സ്, അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയും അതിനുള്ള പ്രൊട്ടക്ഷൻസ് സേഫ്റ്റി മെഷേഴ്സൊക്കെ വയ്ക്കാം. പുവർ വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ അതിനുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കറക്റ്റാക്കുക, ചേഞ്ച് ചെയ്യുക, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് തന്നെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ലേഔട്ട് ചെയ്യണം. ലേഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള ഓരോ എക്യുപ്മെൻറ്റ്സും മെഷീനറീസൊക്കെ എവിടെ ഇൻസ്റ്റാൾ ചെയ്യണോ, ലാബേഴ്സ് എവിടെ നിൽക്കുന്നു, സാധനങ്ങൾ എവിടെ സ്റ്റോർ ചെയ്യണം, അതിനൊക്കെ ഒരു ക്ലിയർ പിക്ചർ നൽകുന്നതാണ്, ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ക്ലിയർ പിക്ചർ നൽകുന്നതാണ് പ്ലാൻ ലേഔട്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി ടൈപ്പ് ഓഫ് പ്ലാൻ ലേഔട്ട് ചോയ്സസ് മേബി ക്ലോസ്ലി ടു ഹയർ ലെവൽ ഡിസിഷൻസ്. അത് നമ്മൾ ബിൽഡിങ് മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും മുന്നേ അതിൻ്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇത് പലതരത്തിൽ പ്രൊഡക്റ്റ് കൺസിസ്റ്റ് ഓഫ് കമ്പൈനിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻ. അത് മെന്നും മെറ്റീരിയലും മെഷീനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള ആ കോമ്പിനേഷൻസ് എങ്ങനെ വേണം എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതാണ് ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ സ്റ്റാഫുകൾ എവിടെ നിൽക്കണം, മെഷീൻസ് എവിടെ വയ്ക്കണം, എങ്ങനെ എൻട്രി ചെയ്യണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഒരു ലേഔട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇനി അത് പ്രൊഡക്റ്റ് ആൻഡ് വർക്കർ ഫ്രം വൺ സ്റ്റേഷൻ ടു അനദർ വർക്ക് സ്റ്റേഷൻ, എങ്ങനെയാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ വൺ വർക്ക് സ്റ്റേഷൻ പ്രൊഡക്റ്റുകൾ എങ്ങനെ മൂവ് ചെയ്യണോ, വർക്കർ ആൻഡ് മെഷീൻസ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുമോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നതാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ലേഔട്ട് ഉണ്ട്. ഫസ്റ്റ് വന്ന് പ്രൊഡക്റ്റ് ഓർ ലൈൻ ലേഔട്ട്. ഇവിടെ നമ്മൾ ഈ ഓൾ ദ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീൻസ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇത് നമ്മൾ ഈ ലേഔട്ട് കാര്യങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ്. ആ പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ മെറ്റീരിയലും അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകളും ഒക്കെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലേഔട്ട് ഓഫ് പ്രൊഡക്റ്റ് ടൈപ്പ് ലേഔട്ട്. അത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ട് ആയിരിക്കും. അതായത് ആദ്യം എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ വർക്ക്, നെക്സ്റ്റ് വർക്ക് അങ്ങനെയായിരിക്കും. അത് സീക്വൻസ് ആയിട്ട് ചെയ്യും. അത് ഹോസ്പിറ്റലാണെങ്കിലും അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഓൺലി വൺ പ്രൊഡക്റ്റ് വൺ ടൈപ്പ് പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസർ ഓപ്പറേറ്റിംഗ്. അതായത് ഒരു ടൈപ്പ് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽസ് ഈസ് സപ്ലൈഡ് അറ്റ് വൺ എൻഡ് അറ്റ് ദ ലൈൻ ഓഫ് ഗോസ് ഫ്രം വൺ ഓപ്പറേഷൻ ടു ദ നെക്സ്റ്റ് ക്വൈറ്റ് റാപ്പിഡലി അറ്റ് ദ മിനിമം വർക്കിംഗ് പ്രോഗ്രസ്, സ്റ്റോറേജ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഷോ ദ പ്രൊഡക്റ്റ് ലേഔട്ട്. അതായത് ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് വൺ എൻഡിൽ ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പല പ്രോസസ്സിലൂടെ കടന്ന് അവസാനം നെക്സ്റ്റ് ഔട്ട്പുട്ടായിട്ട് പുറത്ത് കിടക്കും. അതായത് റോ മെറ്റീരിയലായിട്ട് ഒരു ലോഡ് ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറും. ഇതേപോലെ ഹോസ്പിറ്റലിൽ ഓരോ ഫങ്ഷൻസ് ഇതുപോലെ സീക്വൻസ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് പ്രൊഡക്റ്റ് ലേഔട്ട് എന്നുള്ള കാറ്റഗറിയിൽ പെടും.
അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോവർ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ്, അതായത് ഒറ്റ സമയത്താണ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യുകയാണ്. ദർ ഈസ് എ ലെസ് വർക്ക് ഇൻ പ്രോസസ്സ്, പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും വേണമെന്നില്ല, ഒരേപോലെ തന്നെ ചെയ്തു പോവാണ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെഷീൻ, നമുക്ക് മെന്നിനെയും മെഷീനെയും ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലെസ് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ മെറ്റീരിയൽ ട്രാൻസിറ്റ് ആൻഡ് ടെമ്പററി സ്റ്റോറേജ്, അതായത് നമുക്ക് അത് കുറേ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഓരോ ഭാഗത്ത് വർക്ക് കഴിഞ്ഞ് നമ്മൾ പല ടൈപ്പിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇത് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്നുള്ളത്, ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി വേറെ സ്ഥലമൊന്നും ആവശ്യമില്ല. ഗ്രേറ്റർ സിംപ്ലിസിറ്റി ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ, നമുക്ക് സിമ്പിളായിട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ പ്രൊഡക്റ്റ് ടൈം ഈസ് മിനിമൈസ്ഡ്, പ്രൊഡക്ഷൻ ടൈം മിനിമൈസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഡക്റ്റ് ലേഔട്ട്. പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. നോ ഫ്ലെക്സിബിലിറ്റി ഇല്ല, കോസ്റ്റ് ഇൻക്രീസ് ആണ്, ഫാളിന് പോകണം. അതായത് മാസ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴൊക്കെയാണ് ഇത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്യൂട്ടബിൾ ആണ്. അല്ലെങ്കിൽ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻസ് കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലവ് കൂടുതലായിരിക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറേ സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമാണ് നടക്കണുള്ളൂ എങ്കിൽ നമുക്ക് എന്താണ്, അത് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കേസിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ടൈപ്പ് ഓഫ് സർജറി മാത്രമാണ് ചെയ്യണമെന്ന് വെച്ചാൽ അത് വേസ്റ്റാണ്. അതേസമയം നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് സർജറികളും ചെയ്യാനായിട്ട് OT തിയേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സർജറിയും ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ സർജറി മാത്രമാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ലേഔട്ടിൽ വരികയാണെങ്കിൽ ഒറ്റ ടൈപ്പ് ഓഫ് സർജറി മാത്രമാണ് അവിടെ നടക്കുന്നത്. അതാണ് പ്രൊഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വേസ്റ്റ് ആവുന്ന കുറേ സമയങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ 1 or 2 lines ആർ റണ്ണിങ് ലൈൻ, ദർ ഇസ് എ കൺസിഡറബിൾ മെഷീൻ ഐഡിയ. കുറേ സമയം മെഷീൻസൊക്കെ ഐഡിയലായിട്ട് കിടക്കും. അതായത് ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ അതുവരെ അത് മെഷീൻ ഐഡിയലായിട്ട് കിടക്കും. സിംഗിൾ മെഷീൻ ബ്രേക്ക് ഡൗൺ, മെഷീൻ ഷട്ട് ഡൗൺ ഓപ്പൺ. ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി പിന്നെ അതിൻ്റെ അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് എസെൻഷ്യൽ. സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ.